ഹലോ, എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ലൈഫ് ഇത്തിരി കൂടി ഒന്ന് ഈസി ആക്കാനുള്ള ടിപ്പുകളായിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. പക്ഷേ ഇന്നത്തെ വീഡിയോ ഇങ്ങനെ ഒരു ദിവസത്തെ ഫുൾ ഡേ അല്ല, 2 ദിവസത്തൊക്കെ വീഡിയോ ആയിട്ടാണ് ഞാൻ ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇന്ന് ഇത്തിരി നേരത്തെ വന്നു എന്ന് പറഞ്ഞുകൂടാ. ജോലിയൊക്കെ സാധാരണ സമയത്ത് തന്നെ ഇറങ്ങി. പക്ഷേ ശ്രീകുട്ടൻ കൊണ്ടുവരാൻ വന്നിട്ടുണ്ടായിരുന്നു. ഒരു സിനിമയ്ക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതോടുകൂടി ഞാൻ അവൻ്റെ കൂടെ തൃശ്ശൂരിൽ നിന്ന് കയറി പോന്നു കേട്ടോ. അപ്പോൾ വേഗം എത്തി. അല്ലെങ്കിൽ നമ്മൾ ബസ്സിലൊക്കെ കയറി ബ്ലോക്കിലൊക്കെ പെട്ട് ഇവിടെ വരുമ്പോഴേക്കും ഏകദേശം 7:30. അത് കഴിഞ്ഞ് കടയിൽ കയറി സാധനങ്ങളൊക്കെ മേടിച്ച് വീടെത്തുമ്പോഴേക്കും മിനിമം 8 മണിയെങ്കിലും ആവാറുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് കുറേ കാര്യങ്ങളൊക്കെ നമുക്ക് മുൻകൂട്ടി ചെയ്ത് വയ്ക്കുമ്പോഴാണ് എനിക്ക് നല്ല രീതിയിൽ പിള്ളേർക്ക് ഫുഡ് ഉണ്ടാക്കി കൊടുക്കാനും എനിക്കൊന്ന് റെസ്റ്റ് എടുക്കാനും ഒക്കെ സാധിക്കുന്നത് കേട്ടോ. അപ്പോൾ അത് കാരണം കൊണ്ടാണ് ഞാൻ മീൽ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തത്. അത് നല്ല രീതിയിൽ കൊണ്ടുപോകാൻ പറ്റണുണ്ട് കേട്ടോ. ഈ ആഴ്ച ഞാൻ ചെയ്യേണ്ടെന്നൊക്കെ വിചാരിച്ചതായിരുന്നു. പക്ഷേ അത് ചെയ്യാണ്ട് എനിക്ക് വല്ലാത്തൊരു അസ്വസ്ഥതയായിരുന്നു. സാധനങ്ങളില്ലാത്ത അവസ്ഥ, എന്തൊക്കെയോ ഭയങ്കര അസ്വസ്ഥതയാണ്. 2 ആഴ്ച മീൽ പ്രിപ്പറേഷൻ ചെയ്തതോടുകൂടി അത് തന്നെ ചെയ്യണമെന്നൊരു ആഗ്രഹം. അപ്പോൾ ഇന്ന് ഞാൻ ചിക്കൻ വാങ്ങിച്ചു കൊണ്ടുണ്ട്. അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ ഓൾറെഡി നമുക്ക് തയ്യാറാക്കി വെച്ച കാരണം പാത്രം എടുക്കുക, അതിനെടുത്ത് കോരിടുക. അതുപോലെ തന്നെ മസാല ബോക്സിൽ എല്ലാതും ആക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എല്ലാതും ഒരു ടിന്ന് തുറന്നാൽ എല്ലാതും അതങ്ങടാക്കി അത് മിക്സ് ചെയ്യാനായിട്ട് പറ്റും. ഓരോ ടിന്നെടുത്ത് വേറെ വേറെ തുറന്നെടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പം ഞാൻ ആദ്യം തന്നെ ചിക്കൻ ഒന്ന് വറുത്തെടുക്കുകയാണ്. ശ്രീകുട്ടനിൽ നിന്ന് ചിക്കൻ ഫ്രൈ ആക്കണം. അപ്പോൾ ഞാൻ ബിരിയാണിക്കുള്ള അരിയും കൂടി മേടിച്ചോളുന്നുണ്ട്. ബിരിയാണിയും കൂടി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. ബിരിയാണി ഉണ്ടാക്കുമ്പോഴായാലും നമ്മൾ മസാല ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, സവോള ഫ്രൈ ആക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ എല്ലാതും ചെയ്ത് വെച്ചിട്ടുള്ളതുകൊണ്ട് നമുക്ക് ബിരിയാണി ഉണ്ടാക്കാമെന്ന് പറയുന്നത് വൈകുന്നേരം ആയാലും വലിയൊരു പണിയായിട്ട് എനിക്ക് തോന്നിയില്ല. അത് കാരണം കൊണ്ട് ഞാൻ ഇന്ന് ചെയ്യാമെന്ന് വെച്ചു. ഇത്തിരി നേരത്തെയും ഇന്ന് എത്തിയതാണല്ലോ, അപ്പോൾ അത് കാരണം അങ്ങനെ ചെയ്തു. നമ്മുടെ ബസ്മതി റൈസൊക്കെ എന്ന് വെച്ചാൽ നന്നായിട്ട് വേവാൻ അധികം നേരം വേണം. ഇത് സിൽവർ എന്ന് പറഞ്ഞിട്ട് ഒരു അരിയാണ്, പെട്ടെന്ന് വേവും. ശരിക്കും പറയാമെന്ന് വെച്ചാൽ ഒരു 5-6 മിനിറ്റ് കൊണ്ടൊക്കെ വേവും നമ്മൾ. അപ്പോൾ അതിനനുസരിച്ച് ശ്രദ്ധിച്ച് വേണം ചെയ്യാൻ. ഞാൻ എന്താ ഒരു പോണിയിൽ പകുതി ബിരിയാണി അരി ആദ്യം എടുക്കാമെന്ന് വെച്ച് പിന്നെ ഫുള്ളായിട്ട് വേവിച്ചു കേട്ടോ. അതിൻ്റെ ചോറ് മാറ്റി വയ്ക്കുക ചെയ്തത്. അടുത്ത പ്രാവശ്യം ഉണ്ടാക്കുമ്പോൾ നമുക്ക് 1-2 ദിവസമൊക്കെ ചോറ് എടുത്ത് വയ്ക്കാവുന്നതല്ലേ ഉള്ളൂ. ഒരാഴ്ചയൊന്നും ചോറ് വേവിച്ചിട്ട് എടുത്ത് വയ്ക്കാനായിട്ട് പറ്റില്ല. അപ്പോൾ അതിലേക്കുള്ള മസാലകളൊക്കെ ഇട്ട് ഇത്തിരി ഓയിലൊഴിച്ച് ഒരു അരമുറി നാരങ്ങയും കൂടി പിഴിഞ്ഞ് വെച്ച് ഉപ്പൊക്കെ ആവശ്യത്തിനിട്ട് തിളയ്ക്കണ വരെ ഒന്ന് ഹൈ ഫ്ലെയിമിൽ വയ്ക്കുക. തിളച്ച് കഴിഞ്ഞാൽ ലോ ഫ്ലെയിമിലിട്ടിട്ട് അത് വേവിച്ചെടുക്കുക കേട്ടോ. വെള്ളം പെട്ടെന്ന് വറ്റിപ്പോവും. അപ്പോൾ അതിനിടയ്ക്ക് ഞാൻ പാത്രം കഴുകലും വാഷ് ബേസും കഴുകുകയാണ് കേട്ടോ. പാത്രങ്ങൾ മുകളിലേക്ക് വെച്ചിട്ട് ഞാൻ ഈ ചിക്കനൊക്കെ കഴുകിയിട്ടുണ്ടായിരുന്നു. മീനും മേടിച്ചിട്ടുണ്ടായിരുന്നു, ചാള. നല്ല പലിഞ്ഞീനൊക്കെ വെച്ച് നല്ല ടേസ്റ്റ് ഉണ്ടല്ലേ ഇപ്പോഴത്തെ ചാള. അപ്പോൾ അത് കാരണം കൊണ്ട് ഞാൻ അതും നന്നാക്കി ഫ്രിഡ്ജിലേക്ക് വെച്ചു. അപ്പോൾ വാഷ് ബേസിനൊക്കെ നല്ല അഴുക്കായിട്ടുണ്ട്. അപ്പോൾ അതാദ്യം തേച്ച് കഴുകിയതിന് ശേഷം പാത്രങ്ങൾ തിരിച്ച് വെച്ചിങ്ങാട്ട് അത് കഴുകുകയാണ് കേട്ടോ. പിന്നെ ഓഫീസിലൊരു ചേച്ചി ഇന്ന് ചക്ക കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാനിവിടെ വീട്ടിലേക്ക് കൊണ്ടുവന്നും കണ്ടിട്ട് ചക്കപ്പം ഉണ്ടാക്കിയില്ലേ ഞായറാഴ്ച, അപ്പോൾ അത് ഇങ്ങനെ വേവിച്ച് വെച്ചതായിരുന്നു കേട്ടോ. നമുക്ക് എന്ത് കിട്ടിയാലും അത് കേടാവാതെ സൂക്ഷിക്കുന്ന ആ ചക്ക അങ്ങനെ തന്നെ ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ കേടാവും വെറുതെ. എന്ന് വെച്ചാൽ അത് ഇത്തിരി ചതഞ്ഞിട്ടൊക്കെ ഉണ്ട്. അത് കാരണം കൊണ്ടാണ് കേട്ടോ. അല്ലാണ്ട് ഇപ്പം നമുക്ക് ഫ്രിഡ്ജിൽ ചക്ക വെച്ചുകൊണ്ട് കേടാവുന്നില്ല. ചക്ക ഫ്രീസ് ചെയ്ത് വെക്കാം, മാങ്ങ ഫ്രീസ് ചെയ്ത് വെക്കാം, അങ്ങനെ എന്തൊക്കെ ഉപകാരങ്ങളുണ്ട് അല്ലേ. ഫ്രീസറൊക്കെ ഇത്തിരി വലുപ്പമുള്ളതാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് അതൊക്കെ ചെയ്യാൻ പറ്റും. പക്ഷേ ഇത് ഞാനൊന്ന് വേവിച്ചാണ് വയ്ക്കുന്നത്. ഇത്തിരി ചതഞ്ഞ കാരണം കൊണ്ട് നമുക്ക് അത്ര അങ്ങോട്ട് നന്നായിട്ട് കിട്ടില്ല. അപ്പം ഞാൻ കേടായതൊക്കെ മുറിച്ച് കളഞ്ഞ് ഒന്ന് കഴുകിയെടുത്തിട്ടാണ് ഒരു മനസ്സമാധാനത്തിന് കഴുകിയെടുത്ത് അതിൻ്റെ മധുരം പോവും. നല്ല സമാധാനത്തിന് കഴുകിയെടുത്ത് വേവിച്ച് വെച്ചിട്ടാണ്. പിന്നെ ശർക്കരയിൽ ഇട്ട് കഴിഞ്ഞിട്ട് അങ്ങോട്ട് വിളയിച്ചെടുക്കാമല്ലോ. അതിനിടയ്ക്ക് ചിക്കൻ ഒരു തട്ട് ഫ്രൈ ആയിട്ടുണ്ട്, അടുത്ത തട്ടും കൂടി ഞാൻ ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ചിക്കൻ വറുത്ത് കോരി അതേ വെളിച്ചെണ്ണയിൽ ഞാൻ ഇഞ്ചി, വെളുത്തുള്ളി, പെരിഞ്ജീരകം, പച്ചമുളക് ഒരു കിലോയിലേക്ക് 8 പച്ചമുളകാണ് കേട്ടോ യൂസ് ചെയ്യുക. ഇത്രയ്ക്കൊന്ന് ക്രഷ് ചെയ്ത്, പെരിഞ്ജീരകം ഇട്ടൊന്നും പറഞ്ഞു അല്ലേ, ക്രഷ് ചെയ്ത് ആ ഒരു വെളിച്ചെണ്ണയിൽ തന്നെ മൂപ്പിക്കാം കേട്ടോ. അപ്പം നല്ല ടേസ്റ്റ് ആയിരിക്കും റൈസിന്. പിന്നെ അതിൽ നിറയെ മല്ലിയിലയും പുതിനയിലയും കൂടി ഇട്ടു. എനിക്ക് മല്ലിയിലും പുതിനയിലും പച്ചയോടെ കടിക്കണ ഏറ്റവും ഇഷ്ടം. ഇങ്ങനെയാണ് ഇത്. അങ്ങനെ തന്നെ ഒരു പോണിലേക്ക് തട്ടിയിട്ട് അത് മിക്സ് ചെയ്തെടുത്താൽ മതി. പിന്നെ മസാല ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു, അതും 2-3 കയ്യിൽ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതൊരു ഭംഗിക്ക് വേണ്ടി ലെയർ ചെയ്തതായിരുന്നു. പിന്നെ ഞാൻ നേരെ നമ്മുടെ പോണിലേക്ക് തട്ടി
ഒരു എന്താ പറയുക മസാല ഇല്ലാത്തതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ടായില്ല. അപ്പോൾ അത് കാരണം കൊണ്ട് നമ്മൾ മൂപ്പിച്ച് വെച്ച മസാലയും കൂടി ഇട്ട് മിക്സ് ചെയ്ത് ഉപ്പൊക്കെ ഇട്ട് മിക്സ് ചെയ്ത് എങ്ങനെ ഉണ്ടെന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി ആ ഒരു ടേസ്റ്റ് ആവണ വരെ മിക്സ് ചെയ്തു കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങളെല്ലാവരും കൂടി ഫുഡ് കഴിക്കാനായിട്ട് ഇരുന്നു. ശ്രീകുട്ടൻ ദാ ഫസ്റ്റ് തന്നെ പോയിരുന്നു. ഞാൻ എൻ്റെ ഉടുപ്പും കാര്യങ്ങളൊക്കെ ഊരി പതുക്കെ വരണുള്ളൂ. ആദിത്യനും വരുന്നുണ്ട്. അങ്ങനെ ചേട്ടൻ പിന്നെ ടീപ്പോയ്മ ഇരുന്ന് കഴിച്ചു കേട്ടോ. അങ്ങനെ അതിനിടയ്ക്ക് ചക്ക ഞാൻ വേവിക്കാനായിട്ട് പാനിലിട്ടതാണ്. അതിനിടയ്ക്ക് അച്ചാർ പാക്ക് ചെയ്യാനുണ്ടായിരുന്നു കുറച്ച്. അപ്പം നമ്മുടെ കയ്യിൽ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള അച്ചാറുകൾ ബീഫ്, ലെമൺ ഡേറ്റ്സ്, വെളുത്തുള്ളി, നെല്ലിക്ക, മാങ്ങാട്ട ഇത്രയ്ക്കാണ്. ബാക്കി വന്ന ചോറ് എനിക്ക് മുഴുവനാക്കണ്ടെന്ന് തോന്നി. ബാക്കി വന്ന ചോറ് ഇതുപോലെ ആക്കി ഞാൻ ഫ്രിഡ്ജിലോട്ട് വെച്ചു. പിന്നെ നമ്മൾ ഉണ്ടാക്കിയിട്ടും ബാക്കി കുറച്ചുണ്ടായിരുന്നു കേട്ടോ. അത് പിറ്റേ ദിവസം ഫ്രൈ ആക്കണ പോലെ ഇങ്ങനെ നല്ല വറുത്തെടുക്കണ പോലെ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അത്രയ്ക്ക് ഉള്ളൂ കേട്ടോ. നമ്മുടെ ചിക്കൻ വേറെ ഒന്നും ചെയ്തില്ല, വറുത്ത് വെച്ചു. പിന്നെ പിറ്റേ ദിവസം ഞാൻ ചെറുപയർ തോരനാണ് വെച്ചത്. ഇതൊക്കെ ഒന്ന് കാണിക്കാൻ വേണ്ടി കാണിക്കുന്നതാണ് കേട്ടോ. ഞാൻ ഇങ്ങനെയാണ് ഇത് എടുക്കണത്. ചെറുപയർ ഞാൻ മീൽ പ്രപ്പ് ചെയ്യണ അന്ന് തന്നെ വെള്ളമൊഴിച്ച് കുതിർത്താനായിട്ടിടും. മോള് ഡ്രൈ ആകുമ്പോൾ ഇത്തിരിശ വെള്ളം തളിച്ച് കൊടുത്താൽ മതി ഒരു ബോക്സിൽ വെച്ചിട്ട്. അപ്പോൾ അതങ്ങനെ നന്നായിട്ട് മുളച്ച് വരും കേട്ടോ. എനിക്കങ്ങനെ മുളപ്പിച്ച ചെറുപയർ തോരൻ വെക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. ചേട്ടന് വലിയ ഇഷ്ടമില്ല, പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഈ ഒരു ദിവസമാണ് ഞാൻ പച്ചക്കറികൾ മേടിച്ചുകൊണ്ട് പോകുന്നത്. ശനിയാഴ്ച വൈകുന്നേരം ചേട്ടന് കാലുവേദനയായിട്ട് പറ്റുണ്ടായിരുന്നില്ലല്ലോ, ഡോക്ടറെ കാണിച്ചിട്ടല്ലേ വന്നേ. ഈ ആഴ്ച ശരിക്കും പറഞ്ഞാൽ തട്ടിക്കൂട്ട് വീഡിയോ ഒന്നും പറയാൻ പറ്റില്ല അല്ലേ. ഞാൻ നന്നായിട്ട് പിടിച്ചതൊക്കെ തന്നെ കണ്ടിന്യൂസ് ആയിട്ടുള്ള വീഡിയോ അല്ല എന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെ എല്ലാ പച്ചക്കറികളും ഞാൻ വൃത്തിയാക്കി കഴുകി ഒക്കെ അവിടെ ഉണക്കാനായിട്ടിട്ടു. പിന്നെ കോളിഫ്ലവർ ഞാൻ കഴുകാൻ നിന്നില്ല, ക്ലീൻ റാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഒന്നും വാടാണ്ടും നശിക്കാണ്ടൊക്കെ ഇരിക്കും കേട്ടോ. ഇത് ഞാൻ കഴിഞ്ഞ ആഴ്ച വേവിച്ച് അങ്ങനെയൊക്കെ വെച്ചിട്ട് ചെറിയൊരു കളറ് മാറ്റം വന്നു. അപ്പം ഞാൻ വിചാരിച്ചു ഇപ്രാവശ്യം ഇങ്ങനെ ചെയ്ത് വയ്ക്കാം. അപ്പോൾ ആവശ്യത്തിന് ഇപ്പോൾ കോളിഫ്ലവർ അരിയാനൊന്നും അത്ര വലിയൊരു ടൈമൊന്നും ആവശ്യമില്ലല്ലോ. അപ്പോൾ അത് കാരണം ക്ലീൻ റാപ്പ് ചെയ്തിട്ട് അതങ്ങനെ ഫ്രിഡ്ജിലേക്ക് വെച്ചു കേട്ടോ. അപ്പം അങ്ങനെ ഒട്ടും കേടാകാതെ അങ്ങനെ ഇരുന്നോളൂ. ബാക്കിയുള്ള വേസ്റ്റൊക്കെ ഞാൻ ടയർ കൊടുത്തു കേട്ടോ. പകുതി കുറച്ച് അവിടെ വീണു. പിന്നെ പിറ്റേ ദിവസം മുറ്റൊക്കെ അടിച്ചങ്ങോട്ട് കളഞ്ഞു. ചേട്ടനും ശ്രീകുട്ടനും അവിടെ ഉണ്ടായിരുന്നില്ല, അവന് വയ്യാണ്ട് ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ പറയും ഈ ആഴ്ച അങ്ങനെ മൊത്തത്തിൽ പ്രശ്നങ്ങളായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ച രീതിയിലുള്ള വീഡിയോ പ്രിപ്പറേഷനൊന്നും ഈ ആഴ്ച ഇല്ല കേട്ടോ. എന്നാലും ഞാൻ കുറച്ചായി ഇതൊക്കെ പിടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. സാമ്പാറിനും അവിയലിനും ഉള്ള കഷ്ണങ്ങൾ, കായ, ക്യാരറ്റ്, ബീട്രൂട്ട്, അങ്ങനെ അത്യാവശ്യം കഷ്ണങ്ങളൊക്കെ നമ്മുടെ വീട്ടിലേക്ക് എത്തി. എന്താ പറയുക, പച്ചക്കറി 2 ആഴ്ച മേടിച്ച് അത് യൂസ് ചെയ്തപ്പോഴേക്കും എനിക്കത് വാങ്ങിക്കാൻ പറ്റാത്ത അവസ്ഥയായി. ഞാൻ പിന്നെ പയർ നന്നാക്കാനായിട്ടിരുന്നുണ്ട്. പയറും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ സംയുക്താവറമ്മയുടെ പുതിയ ഇൻ്റർവ്യൂ ഉണ്ടല്ലോ, അത് ഞാൻ ഓണാക്കി വെച്ച് അങ്ങനെ ഇരുന്ന് കണ്ടു. സമയം പോയതേ അറിഞ്ഞില്ല കേട്ടോ. അപ്പോൾ ഇതിലേക്ക് 2 കായും കൂടി അരിഞ്ഞിട്ടിട്ട് പയറും കായായിട്ടാണ് വെച്ചത്. അങ്ങനെ എല്ലാതും സെറ്റാക്കി ഇനി നമുക്ക് ഫ്രിഡ്ജിൽ കയറ്റണം. പ്രാവശ്യം ഞാൻ ഒന്നും ഫ്രീസറിൽ വെച്ചിട്ടില്ല കേട്ടോ. എന്താ വെച്ചാൽ ഒന്നും കാര്യമായിട്ട് അരിഞ്ഞിട്ടില്ല. അരിയാനുള്ളൊരു സമയം എനിക്ക് കിട്ടാത്തതുകൊണ്ടാണ്. ഉരുളക്കിഴങ്ങ് ഞാൻ തോലൊക്കെ കളഞ്ഞ് അതിൻ്റെ പൊട്ടിയതൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ഒന്ന് മുറിച്ച് കളഞ്ഞും കണ്ടിട്ട് ഇങ്ങനെ വെള്ളത്തിൽ ബോക്സിലാക്കിയിട്ടു. അതുപോലെ തന്നെ നമ്മുടെ ക്യാരറ്റ് ഉണ്ടല്ലോ, ക്യാരറ്റും കേടാവും തോന്നുകയാണെങ്കിൽ ഇങ്ങനെ മുറിച്ച് നടുവിൽ ആ വെള്ളമൊരു പെട്ടെന്ന് കേടാവുന്ന സംഭവം ഉണ്ടല്ലോ, അതെടുത്ത് കളഞ്ഞിട്ട് വെള്ളത്തിലിട്ട് ഇങ്ങനെ വെച്ചാൽ മതി. ഫ്രിഡ്ജിൽ നല്ല ഫ്രഷായിട്ട് കുറേ നാളത്തേക്കായിട്ട് ഇരിക്കും കേട്ടോ. അപ്പം അങ്ങനെ കുറച്ച് ടിപ്പുകളൊക്കെ ഒന്ന് നോക്കിയാൽ മതി. നമുക്ക് ജീവിതം നല്ല ഈ പണികളൊക്കെ എളുപ്പമാവും. അങ്ങനെ ഇനി ഫ്രിഡ്ജിൽ സ്ഥലം ഉണ്ടാക്കണ പരിപാടിയാണ്. ഇങ്ങനെ നോക്കുമ്പോൾ ഇഷ്ടം പോലെ സ്ഥലമാണ് അല്ലേ, പക്ഷെ നമ്മുടെ ഓരോ ടിന്നുകൾ അങ്ങോട്ട് നിരത്തി വെക്കുമ്പോൾ സ്ഥലമൊക്കെ അങ്ങോട്ട് പോവും. അപ്പം അങ്ങനെ ഡോറുമേയും ഫ്രീസറിൽ വെക്കാത്തതുകൊണ്ടാണ് ഇപ്രാവശ്യം ഇങ്ങനെ ഫ്രീസറിൽ വെക്കേണ്ട ആവശ്യമില്ല എന്ന് എനിക്ക് തോന്നി. അത്രയ്ക്ക് ദിവസങ്ങൾ എന്തായാലും പച്ചക്കറികളും ഞാനൊരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ ഉണ്ടാക്കിയിട്ട് ഭയങ്കര പൊട്ട സ്മെല്ലാണ് 3 ദിവസം കഴിയുമ്പോഴേക്കെന്നൊക്കെ പറഞ്ഞിട്ട്. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉണ്ടാക്കുമ്പോൾ എണ്ണ അല്ലെങ്കിൽ വെളിച്ചെണ്ണ അല്ലെങ്കിൽ വിനാഗിരി ഇതൊക്കെ ഉപയോഗിച്ചിട്ട് വേണം നമ്മളത് പേസ്റ്റാക്കാൻ. പിന്നെ നമ്മൾ കഴുകി ഉണക്കിയതിന് ശേഷം വേണം കേട്ടോ ചെയ്യുക, അല്ലെങ്കിൽ സ്മെല്ലൊക്കെ എടുക്കും. നമ്മൾ സൂക്ഷിക്കണ പോലെ ഇരിക്കും എന്ത് കാര്യം. അത് സ്റ്റോർ ചെയ്യേണ്ട രീതിയിൽ തന്നെ സ്റ്റോർ ചെയ്യണം കേട്ടോ, അല്ലെങ്കിൽ പച്ചക്കറികളായാലും ഇതേപോലെ പേസ്റ്റുകളായാലും ഒക്കെ കേടാവും. അപ്പോൾ അത് നോക്കിയിട്ട് അതിനനുസരിച്ചിട്ട് ചെയ്യണം. അങ്ങനെ എല്ലാതും ഫ്രിഡ്ജിൽ അടുക്കി പറക്കി ഞാൻ വെച്ചു. പിന്നെ ഞാൻ വീണ്ടും നമുക്ക് പിറ്റേ ദിവസത്തേക്കുള്ള ചോറ് വെച്ചേക്കണം. അത് അതിനിടയ്ക്ക് വെക്കും കേട്ടോ. ഞാൻ അത് വെച്ചു. രാവിലെ എനിക്ക് വലിയൊരു ജോലി ഉണ്ടാവില്ല, കഷ്ണങ്ങളൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ടാവും, അങ്ങനെയൊക്കെയാണ്. അപ്പോൾ പിറ്റേ ദിവസം ഉരുളക്കിഴങ്ങാണ് ഞാൻ മസാലക്കറി വെക്കണേ.
അപ്പോൾ നമ്മൾ മസാലക്കറി വെക്കുമ്പോൾ കഴിഞ്ഞ പ്രാവശ്യം മസാല ഉണ്ടാക്കി വെച്ചില്ലേ, സവോളയും തക്കാളിയൊക്കെ വഴറ്റി, അതുപോലെ നാളികേരം നമ്മൾ വറക്കുമ്പോഴും എപ്പോഴും ഒരു 3 കറിയിലേക്കുള്ളതെങ്കിലും ഒരുമിച്ച് വറുത്ത് വയ്ക്കുക. എന്നിട്ട് കുറച്ച് നമ്മുടെ കറിയിലേക്ക് എടുക്കുക, ബാക്കിയുള്ളത് അവിടെ എടുത്ത് വയ്ക്കുക. അടുത്ത മസാലക്കറി നാളേരൊക്കെ വറുത്ത് വെച്ച് കുറേ നാൾ ഇരിക്കും കേട്ടോ, നമുക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ല. ഇപ്പോഴായാലും ഞാൻ കണ്ടില്ലേ, ഇഞ്ചി വെളുത്തുള്ളിയും ഒക്കെ അങ്ങോട്ട് അതിൽ നിന്ന് തന്നെ എടുത്ത് ചതച്ച് അങ്ങോട്ട് നമുക്ക് ഇട്ട് റെഡിയാക്കി എടുക്കാം കേട്ടോ. വലിയ പണിയെന്ന് പറയാനില്ല. മസാല ബോക്സിൽ നിന്നും വേഗം മഞ്ഞൾപ്പൊടിയും ഉപ്പും ഒക്കെ ഇട്ട് വെള്ളമൊഴിച്ച് വേവിക്കാനായിട്ട് വെച്ചു. പിന്നെ ക്യാരറ്റ് ഞാൻ അരിഞ്ഞു വെച്ചപ്പോൾ ഇന്നത്തെ ഉപ്പേരിക്ക് മാത്രമല്ല ഫുള്ളായിട്ട് അരിഞ്ഞു വെച്ചു. നമുക്ക് ഉപ്പുമാവോ ഫ്രൈഡ് റൈസോ അല്ലെങ്കിൽ ബിരിയാണിയോ എന്തെങ്കിലും ഉണ്ടാക്കുമ്പോൾ നമുക്ക് വേഗം കൂടെ എടുത്തിടല്ലേ വേണ്ടോ, അല്ലെങ്കിൽ പിന്നെ കഷ്ണം അരിയാനും കഴുകാനും തുടയ്ക്കാനും ഒക്കെ നിൽക്കണം. ഇത് വേണ്ട, ഇത് പാത്രം തുറന്ന് അങ്ങോട്ട് ഇട്ടാൽ മതി. അപ്പം ഞാൻ ഇച്ചിരി കൂടുതൽ നാളികേരം വറുത്തരയ്ക്കാനായിട്ട് വെച്ചു കേട്ടോ. അപ്പോൾ അതിലേക്ക് കുറച്ച് പെരിഞ്ജീരകം, ഉള്ളി, വെളുത്തുള്ളി, അതുപോലെ തന്നെ കറിവേപ്പില, പിന്നെ വേണമെങ്കിൽ കുരുമുളകൊക്കെ ഇടാം കേട്ടോ. അങ്ങനെ അതൊക്കെ ഇട്ടിട്ട് അവിടെ വറുത്തുകൊണ്ടിരിക്കേണ്ട ചേട്ടനോട് ഇടയ്ക്ക് ഇളക്കാൻ പറയൂ കേട്ടോ. അങ്ങനെയാണ് ഞാൻ ക്യാരറ്റിൻ്റെ പരിപാടി കഴിച്ചത്. അങ്ങനെ ക്യാരറ്റ് തോരൻ റെഡിയായി. ഉരുളക്കിഴങ്ങ് ഒന്ന് ഉടച്ചു കൊടുത്തു. ഉരുളക്കിഴങ്ങ് കഷ്ണങ്ങളൊക്കെ ഇവർ ഇഷ്ടപ്പെട്ട് തുടങ്ങിയിട്ടുണ്ട്, എന്നാലും ഉരുളക്കിഴങ്ങ് വലിയൊരു ഇഷ്ടമില്ല. അതിലേക്ക് അരപ്പ് ഒഴിച്ചു കൊടുത്തു. നമ്മുടെ മസാലക്കൂട്ടുണ്ടല്ലോ അതും ഒരു 2 കയ്യിലിട്ട് കൊടുത്തു. അപ്പം ഇന്ന് ഇത്രയ്ക്കുള്ള വിശേഷങ്ങൾ അടുത്ത വീഡിയോയിൽ കാണാം.